ഇന്ന് SSC CGL 2024 ടയർ 1 17/9/2024 നടന്ന് ഏതാണ് ഷിഫ്റ്റ് 1 ആണ് ചെയ്യാൻ പോകുന്നത്. മാത്സിലെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ കോസ് 24 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താണ് m/n. ദെൻ ദ വാല്യൂ ഓഫ് cosec 24 മൈനസ് കോസ് 66 എത്രയെന്ന് ചോദിച്ചിരിക്കുന്നത്. സോൾവ് ചെയ്യാൻ ബെസ്റ്റ് ട്രയാങ്കിൾ വരച്ചോളുക. അതായത് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ തന്നിരിക്കുന്നത് എന്താണ് കോസ് 24 തന്നിരിക്കുന്നത് 24 ഡിഗ്രി എടുത്തോളുക. അപ്പോൾ കോസ് 24 എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസാണ്. അപ്പം m/n വരും. ഈ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ ആണ് എന്ത് എൻ സ്ക്വയർ വരുന്നത്. അപ്പം എക്സ് ഈക്വൽ ടു എന്താണ് എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയർ വരും. എക്സ് ഈക്വൽ ടു റൂട്ട് ഓവർ എൻ മൈനസ് എം വരും. സോറി സ്ക്വയർ ഉണ്ട്. ഈ ഒരു സൈഡ് എന്താണ് റൂട്ട് ഓവർ എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ 3 സൈഡും കിട്ടി. ഇനി എന്താണ് കോസ് 24 മൈനസ് കോസ് 66 ആയി. ഓക്കെ, അപ്പം കോസ് 66 അല്ല ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് 24 ആണ്, ഇത് 90 ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി എന്താവും 66 ആവും. കാരണം ട്രയാങ്കിളിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ഇവിടെ കോസ് 24 എങ്ങനെ എടുക്കാൻ പറ്റും? കോസ് 24 അല്ല ചോദിച്ചേക്കുന്നത് കൊസീക് 24 ആണ് ചോദിച്ചേക്കുന്നത്. കൊസീക് 24 എങ്ങനെ എടുക്കാൻ പറ്റും? കൊസീക് 24 എന്ന് പറയുന്നത് 1/sin ആണ്. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പം അതിനത് തിരിച്ചിട്ടാൽ മതി. ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എടുത്താൽ മതി. 24 ആയതുകൊണ്ട് ഇത് ഹൈപ്പോട്ടനസ് വരും, ഇത് അതല്ല, ഇത് ഓപ്പോസിറ്റ് സൈഡ് വരും. അപ്പം കൊസീക് 24 എന്ന് പറയുന്നത് എന്താണ് n/√ഓവർ എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയർ വരും. മൈനസ് ഇനി കോസ് 66 കണ്ടുപിടിക്കണം. അതെളുപ്പമാണ്. എന്താണ് കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ ഇത് അഡ്ജസൻറ്റ് സൈഡ് വരും, കാരണം 66 നമ്മോട് ചോദിച്ചേക്കുന്നത്. ഇതാ ഈ ആംഗിളാണ് 66 വരുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് റൂട്ട് ഓവർ എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയർ ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് n വരും. അപ്പോൾ ഇവിടെ ഇത് സോൾവ് ചെയ്ത ആൻസർ കിട്ടും. എന്താണ് അടിയിൽ എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയർ ഇൻറ്റു എൻ വരും. LCM എടുത്തത്. ഇനി എന്താണ് എൻ ഇൻറ്റു എൻ എന്ന് പറയുന്നത് എൻ സ്ക്വയർ മൈനസ് ഇനി റൂട്ട് ഓവർ എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓവർ എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയർ വരും. അതായത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം റൂട്ട് ഓവർ എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരും. റൂട്ട് ഓവർ എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരും. ഇവിടെ ഈ സ്ക്വയറും ഈ റൂട്ടും കൂടെ കട്ട് ചെയ്ത് പോയി. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? ഒരു എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയർ ഉള്ളൂ. എൻ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. അപ്പം പ്ലസ് എം സ്ക്വയർ ബൈ എൻ ഇൻറ്റു റൂട്ട് ഓവർ എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയർ വരും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ വാട്ട് ഈസ് ദ ആനുവൽ പ്രൊഡക്ഷൻ ഓഫ് റൈസ് ഇൻ ദ റീജിയൻ എത്രയാണ് ചോദിച്ചേക്കുന്നത്. ഇഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഈസ് 8600 ടൺസ്. അതായത് 100% വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്ര 8600 എന്ന്. 1% വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 86 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചേക്കുന്നത് 25%. അതായത് ഈ റൈസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 25% വാല്യൂ എത്രയാണ് ചോദിച്ചേക്കുന്നത്. 1% വാല്യൂ 86 ആണെങ്കിൽ 25% വാല്യൂ എത്രയായി 86 × 25 ചെയ്താൽ മതിയാവും. ഇനി ഇത് എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് 86 × 10 ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. ഇവിടെ 25-നെ ഞാൻ എന്താണ് 5, അതായത് 5 × 5 അല്ല 25, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഞാൻ എന്താണ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ബൈ 2 എടുത്തു. അപ്പം 2 10/2 × 10/2 ചെയ്യുമ്പോൾ അടിയിൽ 10/4 വരും. ആ 4 ആണ് ഇവിടെ വന്നേക്കുന്നത്. 86-ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്രയാണ് 43 വരും. 43 430
430 പകുതി എടുക്കുമ്പോൾ എത്രയാണ്? 215 ഇൻറ്റു 10 ചെയ്യുമ്പോൾ എത്രയാണ്? 2150 ടൺ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. A/B തന്നിട്ടുണ്ട്, അതുപോലെ B/C തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് A/B/C എങ്ങനെ വരുന്നത് ചോദിച്ചു. 6:8 7:10. ഇതിനെ ജസ്റ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി 6 ആയിട്ട്. അതായത് 6 7 42 7 56 വരും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നേർ പകുതി ഇരിക്കുമ്പോൾ എത്രയാണ്? 21:28:40 വരും. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എ ഷോപ്പ് കീപ്പർ മാർക്കറ്റ് ദ പ്രൈസ് 20% മോർ ദാൻ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് ഇഫ് ഹി അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 30%, ദെൻ ഫൈൻഡ് ഈസ് ലോസ് പെർസെൻറ്റേജ് എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം 20% എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 1/5 എന്ന് എഴുതാൻ പറ്റും. അതായത് ഈ ഡിനോമിനേറ്റർ വരുന്ന 5 എന്നുള്ളത് കോസ്റ്റ് പ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അതായത് കോസ്റ്റ് പ്രൈസ് അല്ല, നമ്മളോട് ചോദിച്ചേക്കുന്നത് ഷോപ്പ് കീപ്പർ മാർക്കറ്റ് ദ പ്രൈസ് 20% മോർ ദാൻ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പം ഈ താഴെ വരുന്ന 5 എന്നുള്ള കോസ്റ്റ് പ്രൈസ് ആയിട്ട് തന്നെ എടുത്താൽ മതി. 5 ആയിട്ട് എടുത്തോളാം. അപ്പം ഇതിനേക്കാൾ 20% കൂട്ടി മാർക്ക് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം മാർക്കറ്റ് പ്രൈസ് എന്ത് വരും? 1 കൂടും. അപ്പം കോസ്റ്റ് പ്രൈസ് 5 ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് 6 വരും. ആ 1 കൂടിയത് ഏതാണ്? ഈ 1 ഇവിടെ കൂടിയത്, 6 ഇനി ചോദിച്ചേക്കുന്നത് ഇഫ് ഹി അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 30%, ദെൻ ഫൈൻഡ് ദ ലോസ് പെർസെൻറ്റേജ് എത്രയാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ ഡിസ്കൗണ്ട് 30% കൊടുത്തു. ബെസ്റ്റ് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഡിസ്കൗണ്ട് 30% കൊടുത്തെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇനി റേഷ്യോ എടുക്കാൻ പോകണ്ട, ജസ്റ്റ് രണ്ട് ഭാഗത്തും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തോളാം. കാരണം ഇത് റേഷ്യോ ആയിട്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. മീൻസ് എന്ത് ചെയ്താലും രണ്ട് ഭാഗത്തും ഒരുപോലെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി ഡിസ്കൗണ്ട് എന്തിലാണ് കൂട്ടുന്നത്? മാർക്കറ്റ് പ്രൈസിലാണ് കൂട്ടുന്നത്. ഇപ്പം മാർക്കറ്റ് പ്രൈസ് 60 ആണെങ്കിൽ 60 ഇൻറ്റു 30% ഡിസ്കൗണ്ട് കൊടുത്തേക്കുന്നത്. 60 ഇൻറ്റു 30/100 എടുക്കുമ്പോൾ എത്രയാണ്? 18 കിട്ടും. 18 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ 18 രൂപ ഡിസ്കൗണ്ട് കൊടുത്താൽ എത്ര രൂപയ്ക്കാണ് അയാൾക്ക് വിൽക്കാൻ പറ്റുന്നത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 60 10 പോയാൽ 50, 50 8 പോയാൽ 42 രൂപയ്ക്കാണ് അയാൾക്ക് വിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ലോസ് എത്രയാണ്? 8 രൂപയാണ് നഷ്ടം വരുന്നത്. എത്രയിൽ? 50 ഇൻറ്റു 100. ആൻസർ എത്ര വരും? 16% കിട്ടും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എന്താ? ആവറേജ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 47 നാച്ചുറൽ നമ്പർ എത്രയാണ് ചോദിച്ചേക്കുന്നത്. ജസ്റ്റ് n/n+1/2 ചെയ്താൽ മതി. അതായത് 47 ഇൻറ്റു 48 ഡിവൈഡ് ബൈ 2. അപ്പം 48 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര? 24 വരും. 7 4 28 യൂണിറ്റ് തെറ്റിപ്പോയല്ലോ. ആവറേജ് ഓഫ് ദ സ്ക്വയർ. ഓക്കെ സ്ക്വയേഴ്സ് ആണല്ലോ അല്ലേ. ഞാൻ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 47 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിചാരിച്ച. സ്ക്വയർ ആകുമ്പോൾ എന്താണ്? n ഇൻറ്റു n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6 വരും. ഇത്രയാകുമ്പോൾ എന്താണ്? സം വരും. ഇനി ആവറേജ് ചോദിച്ചേക്കുന്നത്. ആവറേജ് വരുമ്പോൾ ഡിവൈഡഡ് ബൈ മൊത്തം എത്ര നമ്പർ ഉണ്ട് അതും കൂടെ. അതെന്താണ്? n വരും. 47 തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ അടിയിൽ 1 ഉണ്ട്. ഇത് 1/n ആവും. ഇവിടെ എന്നും കട്ട് ചെയ്ത് പോയി. ഇവിടെ n+1 ഇൻറ്റു 2n+1 ചെയ്യുമ്പോൾ എത്രയാണ്? n+1 n 47 1 48 വരും. ഇത്രയും പോയിട്ട് എന്താണ്? 48 എന്നുണ്ടാവും. ഇൻറ്റു 2n+1 എന്ന് പറയുമ്പോൾ 47ൻ്റെ ഇരട്ടി 94 1 95 വരും. 95 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ എത്രയാണ്? 16 വരും. അപ്പം 48 ഇൻറ്റു 16 ചെയ്യുമ്പോൾ എവിടെ തെറ്റിപ്പോയല്ലോ. 95 16 വെട്ടിപ്പോകത്തില്ല. 48 6 വെട്ടിപ്പോകുന്നത്. 6 8 48 വരും. 95 ഇൻറ്റു 8 ചെയ്യുമ്പോൾ എത്രയാണ്?
8×5 40 വരും. ഇപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 0 വരുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളത് 760 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ് x² + 1/x² എന്നുണ്ട് 83 ചോദിച്ചേക്കുന്നത്. x³ - 1/x³ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആദ്യം എന്താണ് x² + 1/x² ആദ്യം x - 1/x കണ്ടുപിടിക്കണം. അതിൽ നിന്ന് എങ്ങോട്ട് പോകാൻ പറ്റില്ല. x³ - 1/x³ പോകാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് പോർഷൻ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? x² + 1/x² x - 1/x എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്? ഇവിടെ x - 1/x വാല്യൂ k എന്ന് തന്നിട്ടുണ്ട്. x² + 1/x² ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? x² + 1/x² വാല്യൂ കണ്ടുപിടിക്കാൻ എന്താണ് k² + 2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇവിടെ ഇങ്ങോട്ട് പോകാൻ എന്താണ് k² - 2 ആണ്. അല്ലെങ്കിൽ √k² - 2 ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെയല്ല √k - 2 ചെയ്യണം. അപ്പം കെയുടെ വാല്യൂ 83 ആണ്. 83 2 പോയ 81 വരും. അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 9 ആണ്. x - 1/x വാല്യൂ കിട്ടുന്നത്. അപ്പം നമുക്കിവിടെ x - 1/x കിട്ടി. ഇനി എന്താണ് x - 1/x x³ - 1/x³ വേണം. അപ്പം അതെങ്ങനെ ചെയ്യുന്നത്? x³ - 1/x വാല്യൂ k ആണെങ്കിൽ x³ - 1/x³ വാല്യൂ എത്രയാണ്? k³ + 3k ആണ്. അപ്പം 9³ + 3 × 9 ചെയ്താൽ മതിയാവും. അപ്പം 9³ എന്ന് പറയുന്നത് 729 + 9 3 27 വരും. അപ്പോൾ ചെയ്യുമ്പോൾ എത്രയാണ്? 756 വരും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3. ഈ സംഭവം എല്ലാം എന്താണ്? ഈ x + 1/x k ആണ്. അതുപോലെ x² + 1/x² കാണാൻ എന്താണ് k² - 2k ചെയ്യണം എന്നൊക്കെ പറയുന്നു. അതെല്ലാം എന്താണ് സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ആണ്. അത് കാണാൻ പഠിക്കണം. ഞാൻ ഇവിടെ കാണിച്ചു തരാം. അടങ്ങിയിരിക്കുന്ന ഒരു ലിസ്റ്റാണത്. ഈ സംഭവം കാണാൻ പഠിച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ. അതായത് പ്ലഗ് ഇൻ ആണ്. x + 1/x വാല്യൂ a ആണെങ്കിൽ x² + 1/x² വാല്യൂ a² - 2 ആണ്. ഇവിടെ നമ്മൾ k ഉപയോഗിച്ചിരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഇത് കാണാൻ പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. സ്ക്രീൻഷോട്ട് എടുത്താലും വേണ്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദിച്ചേക്കുന്നതാണ് സർക്കംഫറൻസ് ഓഫ് ദ ബേസ് ഓഫ് ദ സിലിണ്ടറിക്കൽ വെസൽ ഈസ് 44 cm ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 25 cm. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് ഹോൾഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. വേറെ നല്ല വോളിയമാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ നേരിടുന്ന പ്രശ്നം എന്താണ്? സർക്കംഫറൻസ് ഓഫ് ദ ബേസ് എന്ന് പറയുന്നത് 44 cm എന്ന് പറയുന്നത്. അതായത് 2πr വാല്യൂ ആണ് തന്നിരിക്കുന്നത് 44. ഇതിനകത്ത് r വാല്യൂ കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് πr²h ആണ് വോളിയം ഓഫ് ദ സിലിണ്ടർ. ഇതിനകത്ത് r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനകത്ത് r കണ്ടുപിടിക്കാൻ നേരത്തെ എന്താണ് 44/2 × 7/22 എന്ന് വരും. അപ്പോൾ ഇത് ഒറ്റപ്പോൾ 22 വരും. 7 ആണ് റേഡിയസ് വരുന്നത്. ഇനി ഈ 7 ഈ πr² കൊണ്ടിട്ട് കൊടുത്താൽ മതി. അതായത് 22/7 × 7 × 7 × h എത്രയാണ്? 25. 7 പോയി. ഇപ്പോൾ 25 × 22 ചെയ്യുമ്പോൾ എത്രയാണ്? 550 കിട്ടും. × 7 കൂടെ ചെയ്താൽ എത്രയാണ്? 3850 കിട്ടും. 3850 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ചോദിച്ചേക്കുന്നത്. ഇൻ ലിറ്റർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഹൗ മെനി ലിറ്റർ ഓഫ് വാട്ടർ ഇറ്റ് ഹോൾഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി ക്യൂബിക് സെൻറ്റിമീറ്ററിനെ എങ്ങനെയാണ് ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അപ്പം 3850 ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. ഇപ്പോൾ എത്ര? 3.85 കിട്ടും. ഓപ്ഷൻ ഫസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ഇത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ഏരിയ ഓഫ്
ട്രയാങ്കിൾ എ ബി സി ഹാവിംഗ് സൈഡ് 10, 20 ആൻഡ് 20 സെൻറ്റിമീറ്റർ ആൻഡ് റൈറ്റ് ആംഗിൾ പി ക്യു ആർ 13, 12. ഹൈപ്പോട്ടിനസ് 13, പെർപെൻഡിക്കുലർ സൈഡ് 12 എന്നാണ് ഇങ്ങനെ. ഈ സൈഡ് 5 വരും. 5, 12, 13 ഒരു റൈറ്റ് ട്രയാങ്കിൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സൈഡുകൾ. അപ്പം 2 ട്രയാങ്കിൾ എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടുത്തെ കേസ് നോക്കുമ്പോൾ ഈ ഫുള്ള് ട്രയാങ്കിളിൻ്റെ ബേസ് 10 ആണെങ്കിൽ നേരെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇത്ര 5 ആവും. അപ്പോൾ ബേസ് കിട്ടി 5. ഇനി ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇവിടെ ഈ സൈഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? √20² - 5² വരും. അതായത് 400 - 25 √375 എന്ന് വരും. ഇവിടെ ഈ √375 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 25 × 50 എന്ന് എഴുതാൻ പറ്റും. അപ്പം √25 പുറത്ത് വരുമ്പോൾ എത്രയാണ്? 5 ആവും. 5 √15 375 എന്ന് വരുന്നത്. അപ്പം √15 വാല്യൂ എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്? 3.87 ആണ്. അതായത് ഇത് മൊത്തം പോയിട്ട് എന്താ വരിക? 5 √15 വരും ഈ സൈഡ്. ഇനി എന്താണ്, ജസ്റ്റ് ഏരിയ എടുത്ത് വിട്ടാൽ മതി. അതായത് ഇവിടെ ഈ ട്രയാങ്കിൾ ഏരിയ എടുക്കുമ്പോൾ എത്രയാണ്? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 10 ഇൻറ്റു ഹൈറ്റ് 5 √15 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് മൈനസ് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 5 ഇൻറ്റു 12 വരും. ഇത് സോൾവ് ചെയ്താൽ മതി. ഇവിടെ 3.87 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 5 3 15 വരും. ബാക്കി എന്താ? 0.87 ഇൻറ്റു 5 വരും. അപ്പം 35, 5 40, 43 വരും. 4.35 കൂടും. 19.35 വരും. 19.35 ഇൻറ്റു 10/2 വരും. അഥവാ എന്താണ്? 193.5 വന്നു. 193 അല്ല 193.5 തന്നെ. 193.5 ഡിവൈഡഡ് ബൈ 2 വരും. അതെത്ര? ഇനി അത് 96.75 വരും. 96.75 വരും. ഇവിടെ മൊത്തം പോയിട്ട് 75 മൈനസ് എത്രയാണ്? 630. ഇതാണ് ആൻസർ വരുന്നത്. 96 നിന്ന് 30 പോയാൽ എത്രയാണ്? 66.75 കറക്റ്റ് ആൻസർ. ഇവിടെ എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 7200 in 3 years at 16% per annum ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ വന്നേക്കുന്നത് എത്രയാണ്? 9600 ഓഫ് X% in 4 years എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് രണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഈക്വലാണ്. അപ്പം ആദ്യത്തെ കേസിൽ പ്രിൻസിപ്പൾ 7200 16% വെച്ച് 3 ഇയറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും വരും. അത് ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത്? 9600 ഇൻറ്റു X% ഇൻ 4 ഇയേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. 4 വെട്ടിപ്പോയി, 0 വെട്ടിപ്പോയി. 96 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്രയാണ്? 32 വരും. ഇവിടെ 32ഉം 4 കൂടെ പോയാൽ 8 വരും. 8 9 72. അപ്പോൾ എല്ലാം പോയി, 9 മാത്രമേ ബാക്കിയുള്ളൂ. 1 കൂടെ 100 വെട്ടിപ്പോയി. X% എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എത്രയാണ്? 9% കിട്ടി. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഈ ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. ഹൗ മച്ച് ടോട്ടൽ പ്രോഫിറ്റ് ഡിഡ് ഹി ഏൺഡ് ഫ്രം ദ ഗിവൺ ഡേറ്റ എന്നാണ് ചോദിച്ചത്. 20,000-ന് 10% എന്ന് പറഞ്ഞാൽ എത്ര? 2000 രൂപ ഇവിടെ ഇയാൾക്ക് പ്രോഫിറ്റ് കിട്ടി. ഇനി 72,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര? 7,200 രൂപ ഇയാൾക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടി. 10% അല്ല, ഇവിടെ 20%. അപ്പം 10% എന്ന് പറഞ്ഞാൽ 7,200 ആണെങ്കിൽ 20% എന്ന് പറഞ്ഞാൽ നേരെ ഇരട്ടി എടുത്തോളാം. 14,400. ഇയാൾക്ക് മൊബൈൽ കവർ കിട്ടിയപ്പോൾ എത്രയാണ്? 300 രൂപയുടെ സാധനത്തിന് 12 രൂപ പ്രോഫിറ്റ് കിട്ടി. അപ്പം
ഇവിടെ ഇയാൾക്ക് 36 രൂപ പ്രോഫിറ്റ് കിട്ടിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 14,400 2000 കൂടെ കൂട്ടിയ 16,400 വരും. 16,400 36 കൂടെ കൂട്ടിയ 16,436 കറക്റ്റ് ആൻസർ. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഇൻ എ കളക്ഷൻ ഓഫ് റെയർ കോയിൻസ് ദർ ഈസ് 1 ഗോൾഡ് കോയിൻ ഫോർ എവരി 4 നോൺ ഗോൾഡ് കോയിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇഫ് 20 more ഗോൾഡ് കോയിൻസ് ആർ ആഡഡ് ടു ദ കളക്ഷൻ ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ് ടു ദാറ്റ് നോൺ ഗോൾഡ് കോയിൻസ് എന്ന് പറയുന്നത് 2:3 ആവും. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് ഇൻ ദ കളക്ഷൻ വിൽ നൗ ബിക്കേം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. എന്നുവെച്ചാൽ 20 more ഗോൾഡ് കോയിൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2:3 ആവും. അങ്ങനെയാണെങ്കിൽ മൊത്തം കളക്ഷൻ്റെ കോയിൻസ് എത്രയാവുമെന്നാണ് ചോദിച്ചേക്കുന്നത് തോന്നുന്നു. ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഗോൾഡ് ഈസ് ടു നോൺ ഗോൾഡ് കോയിൻസിൻ്റെ റേഷ്യോ എത്രയാണ്? ഒരു ഗോൾഡ് കോയിനേ ഉള്ളൂ, 4 എടുക്കുമ്പോൾ. ചോദിച്ചേക്കുന്നത് 20 more ഗോൾഡ് കോയിൻസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ റേഷ്യോ എന്തിലേക്ക് വരുന്ന പറഞ്ഞേക്കുന്നത്? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഗോൾഡ് കോയിൻ ഈസ് ടു നോൺ ഗോൾഡ് കോയിൻസ് എന്ന് പറഞ്ഞാൽ 2:3 ആകും. ഇപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്? നോൺ ഗോൾഡ് കോയിൻസിൻ്റെ കാര്യത്തിൽ ചേഞ്ച് ഒന്നുമില്ല. നേരത്തെ ഇനിഷ്യലിയും ഫൈനലിയും സെയിം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഈ റേഷ്യോയിൽ ഇത് രണ്ടും സെയിം ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ ഇതിൻ്റെ LCM എടുക്കുമ്പോൾ എന്താണ്? 4ന്റെ 3ന്റെ LCM എടുക്കുമ്പോൾ 12 വരും. അപ്പോൾ ഇതിനെ രണ്ടിനെ എങ്ങനെയാണ് 12 ആക്കാമെങ്കിൽ അത് രണ്ടും സെയിം ആകും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? ഇത് × 3 ചെയ്യുക 12 ആക്കുന്നതിന്. അപ്പം അവിടെ × 3 ചെയ്ത് ഇവിടെ × 3 തന്നെ ചെയ്യണം. ഇവിടെ 4 ചെയ്യണം, ഇവിടെ × 4 ചെയ്യണം. അപ്പോൾ റേഷ്യോയുടെ ഏതായാലും ഈ ഒരു സ്ഥലത്ത് എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ ഇതും അതുപോലെ തന്നെ ചെയ്യണം. എന്താണ്? ഇത് രണ്ടും ഈ രണ്ട് ഭാഗത്തും 12 തന്നെ വരും. ഇവിടെ എന്താണ്? 1 × 3 എന്ന് പറയുന്നത് 3യും വരും. 4 × 2 എന്ന് പറയുന്നത് എന്താണ്? 8ഉം വരും. അപ്പം ഇവിടെ 3ന്ന് 8 ആയപ്പോൾ എത്ര കോയിൻ കൂടി? 5 കോയിൻ കൂടി. 5 കോയിൻ്റെ വാല്യൂ ആണ് നമുക്ക് 20 തന്നേക്കുന്നത്. അപ്പോൾ ഒരു കോയിൻ്റെ വാല്യൂ എത്രയാണ്? 4 കിട്ടി. ടോട്ടൽ ഇവിടെ എത്ര കോയിൻ ഉണ്ട്? 12 3 15 കോയിൻസ് ഉണ്ട്. 15 കോയിൻസ്. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 4ആണ്. 15 കോയിൻ്റെ യൂണിറ്റ് എത്രയായി? 60 കോയിനാണ് നേരത്തെ ഉള്ളത്. അതായത് ഇവിടെ മൊത്തം 60 കോയിൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും? 12 തൊട്ട് 20 കോയിൻസ് വരും. 20 × 4 ചെയ്യുമ്പോൾ എത്രയാണ്? 80 കോയിൻസാണ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടെ എത്ര? 80 എന്ന് വരും. ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഫസ്റ്റ് 80. ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ മെഷർ ഓഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് എ സെക്ടർ ഇഫ് ഇറ്റ്സ് ഏരിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ 16 ആൻഡ് റേഡിയസ് 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സെക്ടറിൻ്റെ ഏരിയ ആണ് വന്നെങ്കിൽ 16 നമ്മോട് ചോദിച്ചേക്കുന്നത് എന്താ? ഇവിടെ ഈ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് πr² × θ/360 = എന്താണ്? 16π എന്നാണ് തന്നേക്കുന്നത്. ഇവിടെ പയ്യും കട്ട് ചെയ്ത് കളഞ്ഞോളാം. r² എത്ര? 8 × θ/360 എന്ന് പറയുന്നത് 16 ആണ്. ആൻസർ എത്ര? 360/4 വരും. എത്ര? 90 എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഫസ്റ്റ്. ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. 1/6/1/9 ആണ്. അപ്പോൾ ഇൻറ്റു എന്താണ്? 9/6 ആവും. ഈ 9/6 അല്ല, 9/1 ആവും. എത്ര? 2 3 വരും. അതായത് 3/2 × 2/3 ഈ ബ്രാക്കറ്റിനകത്ത് വരും. മീൻസ് എന്താണ്? ഈ ബ്രാക്കറ്റ് ഫുള്ള് ഇങ്ങനെയാവും. ഇനി × 18 + 5 വരും. ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. 18 + 5 എത്രയാണ്? 23 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3.
ഇപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ, ഇവർ രണ്ടുപേരും പി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ക്യൂ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. 72 കിലോമീറ്ററാണ് ദൂരം. ഇവരുടെ സ്പീഡ് എന്ന് പറയുന്നത് 8 കിലോമീറ്ററും 10 കിലോമീറ്ററും ആകും. സിദ്ധാർത്ഥ് റീച്ച്ഡ് ക്യൂ ഫസ്റ്റ് ആൻഡ് റിട്ടേൺ ഇമ്മീഡിയറ്റ്ലി ആൻഡ് മീറ്റ് അക്ഷര അറ്റ് ആർ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ടു ആർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം മൊത്തം പി ക്യൂ 72 കിലോമീറ്റർ. സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് 10:8. അപ്പം 5:4 റേഷ്യോ വരുന്നത്. അപ്പം സ്പീഡ് കൂടിയ ആൾ, അതായത് പി അല്ലേ, അല്ല അക്ഷര അല്ല സിദ്ധാർത്ഥ് അക്ഷര. സിദ്ധാർത്ഥ് എന്നാണ് ഫുള്ള് ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന അക്ഷരെ കണ്ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ കണ്ട സ്ഥലം എന്താണ്, ആറെന്നാണ് പറഞ്ഞേക്കുന്നത്. ചോദിച്ചേക്കുന്നത് പി ആറിൻ്റെ ഡിസ്റ്റൻസ്. കണ്ട സമയമല്ല, കണ്ട സ്ഥലമാണ് ഈ ആറെന്ന് പറഞ്ഞത്. അപ്പോൾ പി ആറിൻ്റെ ഡിസ്റ്റൻസാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പീഡിൻ്റെ റേഷ്യോ 5:4 കിട്ടി. ഞാനിനി ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ. അപ്പം ഞാൻ ടൈമാണ് ഫുള്ള് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത്. അതായത് എൻഡ് ടു എൻഡ് രണ്ടുപേർക്കും ടൈം ഒരുപോലെയാണ് കിട്ടുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും എന്താണ് ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ നോക്കും. കാരണം 72 കിലോമീറ്റർ എന്ന് പറഞ്ഞ് ഫിക്സഡ് തന്നിട്ടുള്ളതുകൊണ്ട്. പക്ഷേ ഡിസ്റ്റൻസ് അല്ല കോൺസ്റ്റൻ്റ്. കാരണം എന്താണ്, രണ്ടുപേരും ഡിഫറെൻറ്റ് ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി. ഇയാളെന്നാണ് സിദ്ധാർത്ഥ് ഇവിടം വരെ വന്നിട്ട് തിരിച്ചു വരുന്നുണ്ട്. അക്ഷര എന്താ ഈ 6 വരെ വരുന്നുള്ളൂ. അപ്പം രണ്ട് ഡിസ്റ്റൻസാണ്. പക്ഷെ രണ്ടുപേർക്കും കിട്ടുന്ന സമയം, രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഇവിടുന്ന് ഒന്നിച്ചാണ്. ഈ 6 വരെ മീറ്റ് ചെയ്യുമ്പോഴും ടൈം ഒരേ സമയമാണ് രണ്ടുപേർക്ക് കൂടുന്നത്. അപ്പം സ്പീഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. അപ്പം ഇവിടെ നമുക്ക് സ്പീഡ് കിട്ടിയിട്ടുണ്ട്. ഇത് എടുത്ത് തിരിഞ്ഞു പോയിട്ടോ. അതായത് സിദ്ധാർത്ഥനാണ് സ്പീഡ് കൂടുതൽ. അപ്പം ഇതേ 5:4 തന്നെ ആയിരിക്കും എന്താ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ വരുന്നത്. 5:4 ആയിരിക്കും. അപ്പം അതിനർത്ഥം എന്താ, സിദ്ധാർത്ഥ് 5 യൂണിറ്റ് യാത്ര ചെയ്യുമ്പം അക്ഷര 4 യൂണിറ്റ് മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ. അപ്പം സിദ്ധാർത്ഥ് ആദ്യം ഫുൾ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം ഈ ഫുൾ ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു റൂട്ട് തന്നെ എടുക്കാം. അപ്പം 5ൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 72 ആണ്. അപ്പം 4ൻ്റെ യൂണിറ്റ്, അതായത് അക്ഷര ആ സമയം കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 72/5 ചെയ്യുമ്പോൾ എത്രയാണ്? അപ്പോൾ എത്രയാണ്, 70/5 ചെയ്യുമ്പോൾ 14 വരും. അത് കഴിഞ്ഞ് റിമൈൻഡർ എത്ര, 2 ഉണ്ട്. 2 ആൻഡ് 2/5 എന്ന് പറയുമ്പോൾ 0.4 വരും. ഇനി അതേസമയം അക്ഷര ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, 14.4 × 4 ചെയ്താൽ മതി. അതായത് 16, 17, 5 വരും. 57.6 ആണ് ഈ പെണ്ണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം അത് ഏകദേശം ഇവിടെ ആയിട്ട് വരും. അപ്പം ഇപ്പം സിദ്ധാർത്ഥ് എവിടെയാണ് നിൽക്കുന്നത്, സിദ്ധാർത്ഥ് 72 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ അക്ഷര 57.6 കിലോമീറ്റർ കവർ ചെയ്ത് ഇവിടെ നിൽക്കുന്നത്. ഇനി രണ്ടുപേരും 6ലേക്ക് വരണം. ഇനി ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇതേ സ്പീഡിൽ തന്നെയാണ് ഫ്രണ്ടിലോട്ട് പോകുന്നത്. അതായത് 5:4 സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. അപ്പം ഇവർ പിന്നെയും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും, 5:4 ഡിസ്റ്റൻസ്, 5:4 കിലോമീറ്റർ തന്നെയായിരിക്കും. റേഷ്യോയിൽ തന്നെ ആയിരിക്കും ഇവർ ഫുൾ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. അപ്പം ഈ 72 - 57.6 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്, 14.4 കിലോമീറ്ററാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഈ കിലോമീറ്ററും എന്ത് തന്നെയായിരിക്കും, 5:4 എന്ന് പറയുന്ന റേഷ്യോയിൽ ഇവർ ഡിസ്റ്റൻസ് പങ്കിട്ടെടുക്കത്തുള്ളൂ. അപ്പം 4 ആരാ, 4 അക്ഷരയാ, 5 സിദ്ധാർത്ഥം. അപ്പം ഈ 4ൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. കാരണം നമുക്ക് ഇവിടെ നിന്നിട്ട് ഇവിടം വരെ 57.6 കിലോമീറ്റർ എന്നറിയാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. അതിനെന്താ ചെയ്യേണ്ടത്, ഈ 17.4 കിലോമീറ്ററിനെ 5:4 ഡിവൈഡ് ചെയ്താൽ മതി. അതായത്
4.4 കിലോമീറ്ററിനെ ഏത് റേഷ്യോയിൽ തിരിയണം? 4:5 റേഷ്യോയിൽ തിരിയണം. അപ്പം 4/9 ചെയ്താൽ മതി. ഇവിടെ 9 × 16 ചെയ്യുമ്പോഴാണ് 144 വരുന്നത് അറിയാം. അപ്പം 14.4 കിട്ടണമെങ്കിൽ 1.6 ചെയ്യണം. ഇവിടെ 1.6 × 4 ചെയ്യുമ്പോൾ എത്രയാണ്? 6.4 എന്നാണ് വരിക. അപ്പം 57.6 കൂടെ അക്ഷരം എത്രയാണ്? 6.4 കിലോമീറ്ററും കൂടെ ഓടിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുന്നത്? 57.6 6.4 കൂടെ കൂട്ടിയാൽ 64 കിലോമീറ്റർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്, പക്ഷെ കുഴപ്പമില്ല. ഇതിലും ഈസി മെത്തേഡ് എനിക്കറിയില്ല ഉണ്ടാവുമെന്ന്, കാണും ചിലപ്പം. ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഇക്വേഷനൊക്കെ ഫോം ചെയ്ത് സോൾവ് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടെ താമസം എടുക്കുന്നത് എനിക്ക് തോന്നുന്നത്, കുറച്ചും കൂടെ പാടായിരിക്കും. എപ്പോഴും എന്താണ് ഇതുപോലത്തെ റേഷ്യോ മെത്തേഡ് അങ്ങനത്തെ സംഭവമൊക്കെ തന്നെയാണ് ഈസി മെത്തേഡ്. ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഹാസ് നോ സൊല്യൂഷൻ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ഇക്വേഷനാണ് വന്നിരിക്കുന്നത്. kx - 15y + 7 = 0യും 7x - 21y - 19 = 0യും. ഇപ്പോൾ ഇവിടെ ഈ ലീനിയർ ഇക്വേഷൻസിൻ്റെ കേസിൽ നോ സൊല്യൂഷൻ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റുകൾക്ക്, അതായത് x1/x2 ≠ y1/y2 അതായത് x1/x2 = y1/y2 ≠ c1/c2 വരും. ഇവിടെ x1 എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഇത്, ഇവിടെ x2 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഇത് 7 വരും. y1 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഇത് 15 വരും. y2 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഈ സംഭവം 21 വരും. c1 ഉം c2 കോൺസ്റ്റന്റ് ടേംസ് 7 - 19. അപ്പോൾ ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? k വരും, ഇവിടെ 7 വരും. അപ്പോൾ k/7 = -15/-21 -15/-21 മൈനസും പോയി എത്ര? 5/7 വരും. അപ്പം k = 5 വരണം, ഹാസ് നോ സൊല്യൂഷൻസ് വരണമെങ്കിൽ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഒരു സർക്കിളിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറഞ്ഞ് പോയിന്റിൽ നിന്ന് 2 ടാൻജൻറ്റ് വരച്ചേക്കുക. പി ഇത് ക്യൂ. ഇവിടെ PAQ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. POQ എന്ന് പറയുന്നത് എത്രയാണ്? അതാണ് ചോദിച്ചേക്കുന്നത്. ഇതെന്താണ്? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് 40 തന്നിട്ടുണ്ട്. ഇത് രണ്ടും 90 എന്നറിയാം. ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 വരും. 360 180 പോയാൽ ബാക്കി 180 ഉള്ളൂ. 180 140 പോയാൽ ഈ ആംഗിൾ എത്രയാണ്? 140 ആയിരിക്കണം. 360 ആവാൻ, ടോട്ടൽ 360 ആവാൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? പൈപ്പ് A and B can fill a tank in 15 hours and 25 hours. C എന്ന് പറയുന്ന ടാങ്ക് ഫുൾ എംറ്റി ആക്കാൻ 40 മണിക്കൂർ എടുക്കും. If all the 3 pipes are open together but pipe A is closed after 5 hours, then how many hours will remaining part of the tank be filled എന്ന് ചോദിച്ചത്. A, B, C. A എത്രയാണ്? 15 മണിക്കൂർ. ഇത് 25 മണിക്കൂർ. ഇത് ലീക്കാണ്. എംറ്റി ആകാൻ 40 മണിക്കൂർ എടുക്കും. ഇതിൻ്റെ എഫിഷ്യൻസി എടുക്കാൻ നേരത്തെ എന്താ വരിക? ഇതിൻ്റെ ടോട്ടൽ LCM എന്ന് പറഞ്ഞാൽ എത്ര വരും? 600 വരും. ഈ 600 എന്ത്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എഫിഷ്യൻസി വരുമ്പോൾ എത്രയാണ്? 600 ÷ 15 ചെയ്യുമ്പോൾ 40
വരും എയുടെ എഫിഷ്യൻസി. 25/600 ചെയ്യുമ്പോൾ എത്ര എഫിഷ്യൻസി എത്ര 24 വരും. ഇനി 600/4 ചെയ്യുമ്പോൾ എത്ര 600/40 ചെയ്യുമ്പോൾ 15 എഫിഷ്യൻസി വരുന്നത്. നെഗറ്റീവ് എഫിഷ്യൻസിയാണ്. ഇനി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ പറയാം. അതായത് 5 മണിക്കൂർ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്ത്, അതായത് 5 ഇൻറ്റു ടോട്ടൽ എഫിഷ്യൻസി എത്ര 40 20 60 64 64 10 പോയാൽ 54 54 5 പോയാൽ 49 എഫിഷ്യൻസി വെച്ച് ഇവർ 5 മണിക്കൂർ വർക്ക് ചെയ്ത്. അപ്പം 49 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്ര 50 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 250 വരും. അപ്പം ഒരു 5 കുറച്ചാൽ മതി 245 വരും. 245 വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ 600-ൽ 245 വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ബാക്കി ടോട്ടൽ വർക്ക് ഇനി എന്തേ ഉള്ളൂ, ഇനി ബാക്കി 355 ടോട്ടൽ വർക്കേ ഉള്ളൂ. അത് ഇനി ആര് ചെയ്യണം? ബിയും സിയും തന്നെ ചെയ്യണം. കാരണം എ എന്താണ് 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്ലോസ് ചെയ്തു. ബാക്കി ബിയും സിയും തന്നെ വർക്ക് ചെയ്തു. അതിനകത്ത് സി എന്ന് പറയുന്നത് നെഗറ്റീവ് എഫിഷ്യൻസി. അപ്പം 24-15 പോയാൽ എത്ര 9 വരും. 9 എഫിഷ്യൻസി വെച്ച് 355 ഫില്ല് ചെയ്യണം. ഇവിടെ 9 ഇൻറ്റു 3 പോകുള്ളൂ. 9 ഇൻറ്റു 3 പോകുമ്പോൾ എത്ര 27 വരും. റിമൈൻഡർ 8 വരും. ഇവിടെ നമുക്ക് 3 വരെ കണ്ടുപിടിച്ചാൽ മതി. കാരണം 3 വെച്ച് തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. 39 4/9 ബാക്കിയെല്ലാം 4 വെച്ച് തുടങ്ങുന്നത്. അപ്പം ആൻസർ കിട്ടിക്കഴിഞ്ഞ് മുമ്പോട്ട് ചെയ്തു പോകേണ്ട കാര്യമില്ല. അപ്പോൾ എ എന്ന് പറഞ്ഞ ടാപ്പ് 5 മണിക്കൂർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബിയും സിയും കൊണ്ട് തന്നെ 39 മണിക്കൂറും 4/9 മണിക്കൂറും കൂടെ എടുത്തിട്ടാണ് അത് ഫില്ലാവുന്നത്. ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് കാർസ് മാനുഫാക്ചർ ബൈ ദ കമ്പനി 2022 എന്നാണ് ചോദിച്ചത്. ഇത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇത്രയും 2022 എല്ലാവരും കൂടെ കൂട്ടുമ്പോൾ 3000 3000 6000 6 2 8 8 8500 9000 9150 9150 150 170 771 ടോട്ടൽ വരുന്നത്. ഡിവൈഡഡ് ബൈ 3 വരും. 3 30 90 വരും. 1 റിമൈൻഡർ 3 5 15 റിമൈൻഡർ 2 3 7 21. അപ്പം 30 57 കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ഇഫ് എ ഷോപ്പ് കീപ്പർ സെൽ ഷുഗർ അറ്റ് 44.8 പെർ kg, അയാൾക്ക് എത്ര 12% വെച്ച് ലാഭം കിട്ടുന്നുണ്ട് 44.8 വിൽക്കുമ്പോൾ. പിന്നെന്താണ്, വെള്ളം വന്നിട്ട് അയാളുടെ 1/5 മൊത്തം ഉണ്ടായിരുന്ന 1/5 ഓഫ് ദ ഷുഗർ ഡാമേജ് ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ അയാൾക്കിനി ബാക്കിയുള്ള ഷുഗർ 5% പ്രോഫിറ്റിൽ വിൽക്കണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 12% ലാഭം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എത്രയാണ് 112 വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ് 44.8 എന്നുള്ളത്. അപ്പം 100% വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടി ഷുഗറിൻ്റെ. ഇവിടെ 112 ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ് 448 വരുന്നതെന്ന് മനസ്സിലായി. അപ്പം എത്രയാണ് 112 ഇൻറ്റു 0.4 ചെയ്യുമ്പോഴാണ് 44.8 വരുന്നത്. അപ്പം 1% വാല്യൂ എന്ന് പറഞ്ഞാൽ 0.4. അപ്പം 100% വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് 40 രൂപയാണ്. 40 രൂപയാണ് കോസ്റ്റ് പ്രൈസ്. അപ്പം ഇയാളുടെ കയ്യിൽ മൊത്തം 5 കിലോ ഷുഗർ ആദ്യം തന്നെ ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചോ. അപ്പം കോസ്റ്റ് പ്രൈസ് എത്രയാണ് 5 ഇൻറ്റു 40 ചെയ്യുമ്പോൾ 200 രൂപയുടെ സാധനം ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, വെള്ളം വന്നിട്ട് 5 കിലോ എന്നുള്ള ഇത് പറ്റിപ്പോയി 4 കിലോ ആയിപ്പോയി. ഇനി ലാഭം വേണ്ട എന്നാണ്, 200 ആണ് ലാഭം വേണ്ട. അപ്പം 200 ഇൻറ്റു എത്ര 5% വേണം. 105/100 അത് ചെയ്യുമ്പോൾ എത്ര 210 കിട്ടും. അതായത് 200 രൂപയുടെ സാധനം അയാൾക്ക് 210 ആക്കണം. 10 രൂപയാണ് ലാഭം. അപ്പം മൊത്തം അയാൾക്ക് 210 രൂപ പിരിഞ്ഞ് കിട്ടണം സെയിൽസിലൂടെ. പക്ഷേ എന്താണ് 5 കിലോ എന്നുള്ള സംഭവമില്ല, 4 കിലോയേ ഉള്ളൂ. അപ്പം ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പം 210 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 52.5 എന്ന് കിട്ടും. ഇതിനർത്ഥം എന്താ 52.5 രൂപയ്ക്ക്
ആ സാധനം വിറ്റാലേ അയാൾക്ക് 4 കിലോ വിൽക്കുമ്പം 5% പ്രോഫിറ്റ് കിട്ടുന്ന പോലെ ആകത്തുള്ളൂ. ഇവിടെ പ്രോഫിറ്റ് കൂട്ടുന്ന എത്ര? 200 വേണം പ്രോഫിറ്റ് കൂട്ടാൻ. കാരണം നശിച്ചു പോയ പഞ്ചസാരയുടെ അളവും കൂടെ കൂട്ടിയിട്ട് വേണം പ്രോഫിറ്റ് കൂട്ടാൻ. ആ 200 മുകളിലേക്ക് വേണം പ്രോഫിറ്റ് കൂട്ടാൻ. 200 ഇൻറ്റു 105/100 എടുത്തതിൻ്റെ കാരണം അവിടെ 5% പ്രോഫിറ്റ് വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ വിൽക്കാനുള്ള എന്തേ ഉള്ളൂ? 4 കിലോയേ ഉള്ളൂ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് കെ വിച്ച് എ 7-digit നമ്പർ ഇത്രയും ഡിവിസിബിൾ ബൈ 6 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 6 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എന്താണ്? 3 കൊണ്ടും 2 കൊണ്ടും ഡിവിസിബിൾ ആവണം. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പറിൽ അവസാനിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായി. 2 കൊണ്ട് എന്തായാലും ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. ഇനി 3 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നത്? സമ്മ് 3യുടെ മൾട്ടിപ്പിൾ വരും. അതായത് ഇപ്പം 4 2 6, ഈ 6 പോയി 9, 7 8 കൂടെ കൂട്ടിയാൽ 15 വരും. 15 എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് 3യുടെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇവിടെ ലീസ്റ്റ് വാല്യൂ ഓഫ് കെ എന്നാണ് ചോദിച്ചേക്കുന്നത്. ലീസ്റ്റ് വാല്യൂ ഓഫ് കെ 0 വന്നാൽ മതിയാവും. കാരണം ഇപ്പം തന്നെ ആ നമ്പർ ഇപ്പം തന്നെ അതിൻ്റെ സം എന്ന് പറയുന്നത് 15 വരുന്നത്. അത് 3യുടെ പെർഫെക്റ്റ്ലി മൾട്ടിപ്പിളാണ്. അതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം 0 ആണ് ലീസ്റ്റ് നമ്പർ. ഇനി കെയുടെ കൂടെ 5 ആഡ് ചെയ്താലും 7 ആഡ് ചെയ്താലും 1 ആഡ് ചെയ്താലും 3ൻ്റെ മൾട്ടിപ്പിൾ വരത്തുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? സീക്ക് തീറ്റയുടെ വാല്യൂ 29/20 ആണ് തന്നിരിക്കുന്നത്. 3 കൊസീക്ക് തീറ്റ പ്ലസ് 3 കോൺ തീറ്റ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നേക്കുന്നത് എന്താ? സീക്ക് തീറ്റയാണ് തന്നേക്കുന്നത് 29/20 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ വരയ്ക്കുമ്പം സീക്ക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1/cos ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് കോസ് തീറ്റ. അപ്പോൾ ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് ഇപ്പോൾ തന്നേക്കുന്നത്. അപ്പം 29 ഹൈപ്പോട്ടനസ് വരും. അഡ്ജസൻറ്റ് സൈഡ് ഇത് തീറ്റ ആണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? 20 വരും. അപ്പോൾ ഇവിടെ 21 20 29 എന്ന് പറഞ്ഞ ട്രിപ്ലറ്റ് എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി. ഇവിടെ 21 ഈ സൈഡ് വരുന്നത് മനസ്സിലായി. ഇവിടെ എല്ലാ സൈഡും കിട്ടിയ സ്ഥിതിക്ക് എന്താണ്? നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 കൊസീക്ക് തീറ്റ. കൊസീക്ക് തീറ്റ എന്ന് പറയുമ്പോൾ 1/sin ആണ്. അപ്പം ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് 29/21 പ്ലസ് 3 കോട്ട് തീറ്റ. കോട്ട് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പം 20/21 വന്ന് എഴുതാൻ മതി. ഇവിടെ എന്താണ്? ഞാൻ 3 എടുത്ത് പുറത്തിടുക. അപ്പം 29/21 പ്ലസ് 20/21 ഇത് ചെയ്യുമ്പോൾ എത്ര? 3 × 49/21 7 കൊണ്ട് വെട്ടുമ്പോൾ 7 7 21 7 3 21 3 പോയി. ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ ഫസ്റ്റ് 7 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദിച്ചേക്കുന്നുണ്ട് ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ ABC ആംഗിൾ ബി എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി ആണ് തന്നേക്കുന്നത്. ടാൻ എ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഫോർ സൈൻ എ കോസ് എ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ടാൻ എ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ടാൻ്റെ ഏത് വാല്യൂവിലാണ് 1 വരുന്നത്? A = 45 വരണം. നമുക്കിവിടെ 45 ഡിഗ്രിയാണ് മനസ്സിലായി. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ 4 × sin 45 എത്രയാണ്? 1/√2 ആണ്. ഇൻറ്റു 1/√2 വരും. അപ്പോൾ √2 × √2 2 വരും. 2 ഉണ്ടാവും. ആൻസർ എന്താണ്? 2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. ചോദിച്ചേക്കുന്നുണ്ട് വാട്ട് പെർസെൻറ്റേജ് ഈസ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ബൈ കമ്പനി സി ഓഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ബൈ കമ്പനി എ എന്നാണ് ചോദിച്ചേക്കുന്നത്. കമ്പനി സിയുടെ പ്രൊഡക്ഷൻ മൊത്തം കൂട്ടുമ്പോൾ എത്രയാണ്? 8 9 17 17 6 23 വരും. ഇനി കമ്പനി എ എത്രയാണ്? 8 9 17 17 6 2 സെയിം ആണോ?
ഓക്കെ, അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ 23/23 × 100 എത്രയാണ്? 100% കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. ഇവിടെ ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ആംഗിൾ ഇസ് ദ ആർക്ക് ലെങ്ത് ഹാഫ് ദ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആർക്ക് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എത്രയാണ്? 2πr × θ/360 ആണ്. ഇത് എപ്പോഴാണ്, അറ്റ് വിച്ച് ആംഗിളാണ് ഹാഫ് ഓഫ് ദ പെരിമീറ്റർ ആവുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. 2πr ആണ് പെരിമീറ്റർ, അതിൻ്റെ ഹാഫ് ആവുന്നതാണ്. ഇവിടെ എന്താ, പൈയും കട്ട് ചെയ്ത് പോയി, ആറും കട്ട് ചെയ്ത് പോയി, 2ഉം 360 കൂടെ കട്ട് ചെയ്തിട്ട് 180 ആയി, 2ഉം 180 കൂടെ കട്ട് ചെയ്തിട്ട് 90 ആയി. അപ്പോൾ ഇവിടെ ബാക്കിയൊരു 2 കിടപ്പുണ്ട്. 2ഉം 180 കൂടെ ചേർത്തിട്ട് 2ഉം 90 കൂടെ ചേരുമ്പോൾ എത്രയാണ്? 180 ആവും. തീറ്റ എത്രയായിരിക്കണം? 180 ആയിരിക്കണം. ഇപ്പം ആർക്ക് ലെങ്ത് എന്നുള്ളത് പെരിമീറ്ററിൻ്റെ പകുതി ആവണമെങ്കിൽ, അല്ലാതെ അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. ജസ്റ്റ് ഇവിടെ ഈ 2πr അതുപോലെ തന്നെ കട്ട് ചെയ്ത് പോകും. 2ഉം 360 കൂടെ കട്ട് ചെയ്ത് 180 ആവും. ഇവിടെ തീറ്റ എന്നുള്ളത് നേരിട്ട് 180 കിട്ടും. രണ്ടും സെയിം തന്നെ. ഇവിടെ എന്താ, ഇൻ എ കമ്പനി ഓൾ എംപ്ലോയീസ് ആർ ഗെറ്റിംഗ് ഈക്വൽ വേജസ് ഇഫ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% ആൻഡ് ദർ വേജസ് പെർ ഹെഡ് എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ബൈ 15%. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ ടോട്ടൽ വേജസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് എന്താണ്, സക്സസീവ് എടുത്താൽ മതി. 20 - 18 - 20 × 18/100 ചെയ്താൽ മതി. അപ്പം 2 × 18 ചെയ്യുമ്പോൾ എത്രയാണ്? 36 വരും, ഡിവൈഡഡ് ബൈ 10, അതായത് 3.6. അപ്പം 2 - 3.6 ചെയ്യുമ്പോൾ തെറ്റിപ്പോയോ? ഇല്ല, കറക്റ്റാണ്. കാരണം ഇത് -1.6 എന്ന് വരും. മൈനസ് എന്താണ് കാണിക്കുന്നത്? ഡിക്രീസ് ആണ്. ഡിക്രീസ് ഇൻ ടോട്ടൽ വേജസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം -1.6 ആണ് കറക്റ്റ് ആൻസർ. 1.6 ആണ് കറക്റ്റ് ആൻസർ, പക്ഷേ ഡിക്രീസ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് 1.6 വന്നു. ഈ ഷിഫ്റ്റിലെ എല്ലാ 25 ക്വസ്റ്റിനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം കാണാം.